എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നാം നോക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന പ്രണയം സത്യമാണോ എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. പക്ഷേ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആകുന്നവർ എടുക്കുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന പ്രണയം സത്യമാണോ എന്നാണ് നാം നോക്കുന്നത്. ഇത് പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടം തന്നെയാണ്. നിങ്ങളുടെ പ്രണയം പരീക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉറവിടവും നിങ്ങൾക്കിപ്പോൾ വ്യക്തമാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ, പ്രണയബന്ധത്തിൻ്റെ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാണ് ഒന്നാമത്തെ കാർഡ് കാണിക്കുന്നത്. അത് ആദ്യം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ തടസ്സങ്ങളെന്നോ ആദ്യം നിങ്ങൾക്ക് എന്താണ് അതിലെ ഉള്ളിലുള്ള കാര്യങ്ങളെന്നോ ഒന്നും വ്യക്തമായില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കതെല്ലാം വ്യക്തമാണ്. നിങ്ങൾക്ക് എന്താണ് കാരണമെന്നും എന്താണ് പ്രതിസന്ധി എന്നും ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. മാറ്റങ്ങളുടെ ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ വിഷമിക്കുന്ന കാര്യം കാലം മാറ്റി നൽകും. നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നൽകും. നിങ്ങൾക്ക് അതിൽ നിന്ന് സംരക്ഷണം നൽകും. തീർച്ചയായിട്ടും മാറ്റം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. മാറ്റത്തിൻ്റെ ചക്രം അനങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചില ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾ ഉടൻ മാറി നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സാഹചര്യം നിങ്ങൾക്ക് സമാധാനത്തോടെയും നിങ്ങൾക്ക് നല്ല മനഃശാന്തിയുടെയും കടന്നു പോകാനുള്ള അവസരങ്ങൾ നൽകും. പ്രണയ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയപ്പോഴും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തെ തച്ചുടയ്ക്കാനായിട്ട്, തകർത്തെറിയാനായിട്ട് ചിലരുടെ ശ്രമങ്ങളുണ്ടായിരിക്കാം. ചിലരുടെ സമീപനങ്ങളുണ്ടായിരിക്കാം. ആ ശ്രമങ്ങളും സമീപനങ്ങളുടെയും ഫലമായിട്ട് നിങ്ങൾക്ക് ദൂഷ്യമാകുന്ന, നിങ്ങൾക്ക് മോശമാകുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ആ കാര്യങ്ങൾ നിങ്ങൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായ വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ ദുഃഖങ്ങളും അത് നിങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ പ്രണയത്തെ തന്നെ സംശയിക്കുന്നതിലേക്കെത്തി. ആ വ്യക്തി എന്നോട് കാണിക്കുന്ന പ്രണയം സത്യമാണോ, ആ വ്യക്തി എന്നോട് കാണിക്കുന്ന ഇഷ്ടം സത്യമാണോ എന്ന് പോലും നിങ്ങൾ സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ഇഷ്ടത്തിന്, സ്നേഹത്തിന് നന്മയുണ്ടായിരുന്നു, ഫലമുണ്ടായിരുന്നു. നിങ്ങളുടെ ആശങ്കകൾ മാറി ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തും. രണ്ടാമത്തെ കാർഡ് നിലവിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല. ചില ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് ശത്രുക്കൾക്ക് തടസ്സമാകുകയും നിങ്ങൾക്ക് അനുഗ്രഹമാകുകയാണ്. ചില കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതാക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരതിൽ വിജയിക്കില്ല. തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ ഇൻഫ്ലുവൻസിനെ തകർക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പഠിച്ച പണി 18 നോക്കി നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി സ്വയമേവ തീരുമാനിച്ചാൽ പോലും നിങ്ങളുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് ആ വ്യക്തിക്ക് രക്ഷ നേടാൻ കഴിയുന്നില്ല. നിങ്ങൾ അത്രമേൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു ആ വ്യക്തിയിൽ. രണ്ടാമത്തെ കാർഡിൽ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള അവഗണന നിങ്ങൾ സഹിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന, ആ വ്യക്തിക്ക് സ്വാധീനമുള്ള ആളുകളിൽ നിന്നാകാം നിങ്ങൾ ഒരുപാട് അവജ്ഞയും അവഗണനയും സഹിച്ചു പോരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. കാരണം ചന്ദ്രൻ ആ കാർഡിൽ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അവഗണിക്കപ്പെടുന്നു. നിങ്ങൾ പലതരത്തിലുള്ള വഞ്ചനകൾക്കും പാത്രമായി എന്നൊക്കെ നമുക്ക് ഇവിടെ വ്യാഖ്യാനിച്ചെടുക്കാം. ആരൊക്കെയോ സ്നേഹം കാണിച്ച് നിങ്ങളെ വഞ്ചിച്ചു. അതൊരു പക്ഷേ ആ വ്യക്തിയാകാം, നിങ്ങൾക്കേ അറിയൂ, അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പമുള്ളവരാകാം. നിങ്ങളെ പല കാര്യങ്ങളും അവർ കാണിച്ചു. പക്ഷേ
യഥാർത്ഥത്തിൽ ഇരുട്ടാണ് ഉണ്ടായിരുന്നത്. വെളിച്ചമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിശ്വസിപ്പിക്കുകയും സത്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറവുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ മറച്ചു വെക്കുകയായിരുന്നു പലതും. പക്ഷേ നിങ്ങൾക്കതിലൊരുപാട് ദുഃഖം ഉണ്ടായി. എങ്കിലും ഒരു തിരിച്ചുവരവ് അവിടെ കാണുന്നുണ്ട്. അവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയി മാറുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു വഞ്ചനയുടെ, ഒരു ചതിയുടെ, ഒരു വ്യാജമായ ഒരു കാര്യം ആരോപിക്കുകയും അതിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടും. നിങ്ങളെ വഞ്ചിച്ച ആൾ, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ അവരും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തകർക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ചെയ്താണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ പങ്ക് ലഭിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടും. അങ്ങനെ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു സമ്പൂർണ്ണ വിജയം നിങ്ങളുടെ മനസ്സാക്ഷിക്കും മനസ്സിനും അനുസൃതമായിട്ടുള്ളത് ലഭിക്കും. ആർക്കും നിങ്ങളെ ഇനി പറ്റിക്കാൻ കഴിയില്ല. നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചവർക്ക് അതിൻ്റെ തിരിച്ചടി ലഭിക്കുന്ന അവസ്ഥയാണ് കാണാൻ പോകുന്നത്. ആയിട്ട് മൂന്നാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലെ ബാധിക്കുന്ന, മനസ്സിൽ ഉള്ള ചില സംഭവവികാസങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. നിങ്ങൾ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രണയത്തിലായാലും ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ചില കാര്യത്തെ ഭയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരും. അത് നിങ്ങൾ സംശയിക്കേണ്ട. ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഒരുപാട് വ്യക്തികളെ, ഒരുപാട് സാഹചര്യങ്ങളെ. പ്രണയസംബന്ധിയായിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അവരുണ്ടാക്കുമോ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് നിങ്ങൾക്ക് ദൂഷ്യമാകില്ല. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങൾക്കത് ദൂഷ്യമാകുകയില്ല, നിങ്ങൾക്കെതിരായിട്ട് വരികയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു കാര്യവും നിങ്ങൾക്ക് മോശമാകുകയില്ല. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും എന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലേക്കും നിങ്ങൾക്ക് എത്താൻ കഴിയും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതേക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ ഒരുപക്ഷെ ചില ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ഭാവിയിൽ തൊട്ട് എന്ത് സംഭവിക്കും, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടി കിട്ടാൻ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. ആശയക്കുഴപ്പങ്ങൾ ആ ബന്ധത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ആത്യന്തികമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ തകർക്കില്ല. കാരണം നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്നേഹം ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. അതിനെ തച്ചുടക്കാനോ തകർക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ആർക്കും കഴിയും. തകർക്കാൻ കഴിയുമെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടുതൽ മാനസികമായിട്ട് സംസാരിക്കുക. ഓരോ വാക്കും ഓരോ നിമിഷവും നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരാൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഈ ബന്ധത്തിൽ ഇടയിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരമുണ്ട്. ആ ശക്തിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.